ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ഗർഭിണിയായ ഒരു പെങ്കൊച്ചു മരിച്ചാലേ പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ചെയ്യണോന്നേ ആരോടെങ്കിലും ചോദിക്കേ. എന്നെപ്പോലെ ഒരാള് അവിടുത്തെ രഹസ്യങ്ങൾ ചുമക്കാൻ ബാധ്യസ്ഥനാണല്ലോ. ഞാനീ സംസാരിച്ചത് ജയാർ അറിയണ്ട. ഒരുപക്ഷെ ഇനി എന്നെ കൊല്ലാനായിരിക്കും അയാളുടെ ശ്രമം. സത്യത്തില് സമ്പന്നനായ ഒരു കോർപ്പറേറ്റ് എന്നതിനേക്കാൾ കൊല്ലയാളിയായ ഒരു സൈക്കോ, അതാണ് അയാൾക്ക് ചേരുന്ന പേര്. അങ്ങനെയുള്ളവരുടെ അവസാനത്തെ ആയുധം കൊല്ലുക എന്ന് തന്നെയാണ്. അത് സ്വന്തം അച്ഛനാവാം, കുടുംബാംഗങ്ങളാകാം, ഒരുപക്ഷെ സ്വാമിയെ പോലും ആകാം. ബി കെയർഫുൾ. എവിടെയായിരുന്നു ശരവണ നീ ഇതുവരെ? ജീവ സാറ് ഒരു കേക്ക് വാങ്ങണം ചൊല്ലിയാച്ച്. കേക്കോ? ആമാ, നാളെ ഏതോ വിശേഷം ഇരിക്കുന്നു ചൊല്ലിയാച്ച്. നാളെന്താ വിശേഷം? ഞാൻ കേട്ടെ, ഒന്നും ചൊല്ലല്ലേ. നാളെ കാലയില് രഘുസാറെ കാണാൻ പോകുന്നില്ലെന്ന് ഒരു വാട്ടി കൂടെ കേട്ടെ. എന്നിട്ട് എന്തു പറഞ്ഞു? എല്ലാം നല്ലപടി നടക്കും, എല്ലാത്തിക്കും ഇന്ന് നൈറ്റ് ഒരു മുടി ഒരുക്കുമെന്നും ചൊല്ലിയാച്ച്. എന്താ അമ്മേത്? ഇന്ന് രാത്രി എല്ലാത്തിനും തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞത്? ശരവണ, ഇനി നീ പുറത്തു പോവരുത്. അവൻ ആവശ്യപ്പെട്ടാൽ പോലും. മനസ്സിലായോ? ശരിമ്മ. ആ ശരവണ, കേക്ക് വാങ്ങിച്ചോ? വാങ്ങിയാച്ച്. ആ ഗുഡ്, വെരി ഗുഡ്. നാളെ എപ്പോഴാ അച്ഛനെ കാണാൻ പോകുന്നത്? നിത്യ ചോദിച്ചത് കേട്ടില്ലേ? ആ സ്വാമി, നാളെ ഓഫീസിന് അവധി കൊടുത്തേക്ക്. അല്ലല്ല, നാളെ മാത്രമല്ല, ഇനിയൊരു 16 ദിവസത്തേക്ക് കൂടി അവധി കൊടുത്തേക്ക്. നാളെ നേരത്തെ തന്നെ സ്വാമി വീട്ടിലേക്ക് വരണം. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അന്വേഷിക്കണം. ഈ ഗർഭിണിയായ ഒരു പെങ്കൊച്ചു മരിച്ചാലേ പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ചെയ്യണോന്നേ ആരോടെങ്കിലും ചോദിക്കേ. പിന്നെ ഗർഭത്തിലൊരു കുഞ്ഞുള്ളതല്ലേ, കൊല്ലുമ്പോ അതിനെയും കൊല്ലണ്ടേ? അപ്പൊ പറഞ്ഞ പോലെ. എന്താ നിന്റെ ഉദ്ദേശം? ആരെ കൊല്ലുന്ന കാര്യമാടാ നീ പറഞ്ഞത്? എന്റെ മോളെ നീ എന്താ ചെയ്യാൻ പോകുന്ന? എന്തിനാ 16 ദിവസം നീ ഓഫീസിന് അവധി കൊടുത്തത്? 16 അടിയന്തരം കഴിയണ്ടേ അമ്മേ? വീട്ടിലൊരു മരണം നടന്ന അത് കഴിഞ്ഞിട്ടല്ലേ ഓഫീസിലെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റൂ.
നീ ഞങ്ങളെ പറഞ്ഞ് ചതിക്കുമായിരുന്നല്ലേ? ഞാൻ പറഞ്ഞത് ശരി. അത് വിശ്വസിച്ചത് നിങ്ങളുടെ തെറ്റ്. ഹരിയുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവളെ പിന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി അച്ഛനെ കാണിച്ചു തരണം, അല്ലേ? എന്റെ സ്ഥാപനത്തിന്റെ അടിവേരറുത്ത ആ മനുഷ്യന്റെ ഒപ്പം നിങ്ങൾക്ക് അങ്ങ് സുഖമായിട്ട് ജീവിക്കണം. പോലീസ് അന്വേഷണം കഴിയുമ്പോ കുറ്റവാളിയായിട്ട് ഞാൻ അങ്ങ് ജയിലിലേക്ക് പോണം. അത് മുഴുവൻ നിങ്ങൾക്ക് ലോകത്തിനെ കാണിച്ചു കൊടുക്കണം. നേരെ ചൊവ്വെ ജീവിക്കാത്തവന് ഇതാണ് അവസ്ഥയെന്ന്. അല്ലേ മിസ്സിസ് സുജാത? നിന്നോട് ഞാൻ അവനെ കാണരുതെന്ന് വിലക്കി. പക്ഷെ നിന്റെ വയറ്റിൽ അവന്റെ കുഞ്ഞ് വളരാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റണമെങ്കിൽ ഞാൻ വേറൊരു ജന്മം കൂടി ജനിക്കേണ്ടേ നിത്യേ? ഹരി എവിടെ പോയേ? മൂകാംബിക. മൂകാംബികയ്ക്ക് പോയെന്ന് പറഞ്ഞ ഒരുത്തൻ ഒളിത്താവളത്തിലിരുന്ന് എനിക്കെതിരെ പണിയെടുത്തോണ്ടിരിക്കുക. അവനെ ഞാൻ ഇവിടെ എത്തിക്കും. ചത്തുകിടക്കുന്ന ഇവളുടെ മുമ്പിലേക്ക്. എന്നിട്ട് വേണം എനിക്ക് അവനോട് പറയാൻ, പണ്ട് പാടത്ത് ഞാനൊരു കുറിപ്പ് വെച്ചതുപോലെ നീ നട്ടത് ഞാനങ്ങ് പറിച്ചു കളഞ്ഞെന്നു. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. Ha ha ha.